സങ്കീർത്തനം 92:13. ഇന്ന് പകലത്തെ ദൈവവചന ശുശ്രൂഷ അനുഗ്രഹത്തിനായി നമ്മൾ ഒന്നിച്ച് ശ്രദ്ധിക്കാൻ പോവുകയാണ്. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ഒന്നും കൂടെ ഒന്ന് ഉറക്കെ ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ഉറക്കെ പറ, തഴയ്ക്കും, ഫ്ലറിഷ് ആവും. അടുത്തത് പുതിയ നിയമത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. 5 കൂടെ ഒന്ന് വായിച്ചു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. നമ്മൾ വായിച്ച 92:13 ഇങ്ങനെയാണ്: യഹോവയുടെ ആലയത്തിൽ നടുതല എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ വെച്ചു പിടിപ്പിക്കുക, നടുന്നവർ. ദൈവത്തിന്റെ ആലയത്തിൽ നട്ടിരിക്കുന്നവർ. നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ അവൻ തഴച്ചു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വായിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദൈവത്തെ സ്തുതിക്കാൻ ആഹ്വാനം ചെയ്യുക എന്തോർത്ത് അതിന്റെ 3-ാമത്തെ വാക്യം പറയുന്നു: രാവിലെ നിന്റെ ദയയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഒരു കാര്യം നല്ലതെന്ന് പറയാണ്. എന്തോ നല്ലതെന്നറിയാമോ? എല്ലാവരും ശ്രദ്ധിച്ച്. രാവിലെ തോറും ദൈവത്തിന്റെ ദയയെ ഓർത്ത്, രാത്രിതോറും അവന്റെ വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തെ വർണ്ണിക്കുന്നത്, സ്തുതിക്കുന്നത് നല്ലത്. അപ്പം ഭക്തൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവവചനത്തിൽ കൂടെ നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. രാവിലെ തോറും നിന്റെ ദയം, ഓരോ ദിവസവും ദൈവത്തിന്റെ ദയ പുതിയതാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഓർക്കുമ്പോൾ നമ്മെ നിർത്തുന്നത് ദൈവത്തിന്റെ ദയയാണ്. ഹല്ലേലൂയ. ഓരോ രാത്രിയും എന്തിനെ ഓർത്ത് വർണ്ണിക്കണം, സ്തുതിക്കണം അറിയാമോ? അവന്റെ വിശ്വസ്തതയോർത്ത്. ഹല്ലേലൂയ. ഇത്രയൊക്കെ പ്രതിസന്ധി കൂടെ കണ്ടിട്ടും രാവിലെ മുതൽ ഈ മണിക്കൂർ വരെ നിർത്തിയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിലെ ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കണം. ഇന്ന് പകൽ നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ വചനം ആഹ്വാനം ചെയ്യുന്നു. ഒരു നല്ല കാര്യം പറയാണ്. ഓരോ പ്രഭാതത്തിലും എന്റെ ദൈവത്തിന്റെ ദയയെ ഓർത്ത്, ഓരോ രാത്രിയിലും എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് നല്ല കാര്യമാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാം, കുഞ്ഞുങ്ങളാകട്ടെ എല്ലാവരും ആയിക്കോട്ടെ, നല്ല കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഇഷ്ടമല്ലേ? നല്ലതല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു പച്ചക്കറി കടയിൽ പോയാൽ അലിഞ്ഞതാരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരികയോ? 5 രൂപ കൂടിയാലും നല്ലതേ ഫ്രഷേ വാങ്ങിക്കത്തുള്ളൂ. ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ ഫ്രഷേ വാങ്ങിക്കത്തുള്ളൂ. അത് മീനാണെങ്കിലും ഏറ്റവും നല്ലതുണ്ടെങ്കിൽ 1 രൂപ കൂടിയാലും ആ നല്ലതാണ് നമ്മൾ വാങ്ങിക്കുന്നത് എന്ന് പറയുന്ന പോലെ ആ ലോകത്തിലുള്ള പലതിനെ, നല്ലതിനെ നമുക്ക് മുറുകെ പിടിക്കാൻ അറിയാമെങ്കിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു: നിന്റെ ജീവിതത്തിൽ ഓരോ രാവിലെ തോറും എന്റെ ദൈവത്തിന്റെ ദയയോർത്ത് വർണ്ണിക്കുന്നത് നല്ലത്. ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ വിശ്വസ്തത, അതിന്റെ അർത്ഥം എന്താ? ദൈവം വിശ്വസ്തനാണെന്ന്. നീ 1000 പോരാട്ടത്തിൽ കൂടെ കടന്നു പോയാലും നിന്നെ നിർത്താൻ ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം, കൊതി, മുറുകെ പിടിക്കേണ്ടത്, വാഞ്ചിക്കേണ്ടത് നല്ലതിനെ മുറുകെ പിടിക്കുക. നല്ല കാര്യം ഏതാ? ബൈബിൾ ഒരു കാര്യം നല്ലെന്ന് പറഞ്ഞാൽ നല്ലതാ. ദൈവത്തെ ശ്രദ്ധിക്കുന്നത്. എന്നെ താഴോട്ട് വായിച്ചേ. 4-ാമത്തെ വാക്യം എന്തുകൊണ്ടാ? യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേകത, ദൈവമേ നിന്റെ പ്രവൃത്തി കൊണ്ട്, നിന്റെ കൈയുടെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ എന്ത് ചെയ്യുന്നു? സന്തോഷിപ്പിക്കുന്നു.
ഈ ദൈവത്തെ സ്തുതിക്കാൻ പറയാൻ നല്ലതെന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി കൊണ്ട് തന്റെ ജനത്തെ അവൻ സന്തോഷിപ്പിക്കുന്ന ദൈവം. കർത്താവിന്റെ മേശ ഇവിടെ ഇരിക്കുമ്പോ നമുക്കൊരു സന്തോഷം. അവന്റെ പ്രവൃത്തിയാ. പാപികളായ നമ്മെ രക്ഷിപ്പാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് അടിമത്തത്തിൽ കിടന്ന നമ്മെ അവിടുന്ന് രക്ഷിച്ചെടുത്ത ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവകൃപ അനുഭവിക്കാൻ കാരണം യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ്. അവൻ ചെയ്ത കരത്തിന്റെ പ്രവൃത്തി. പഴയ നിയമത്തിൽ ഭക്തന്മാർക്കറിയാം, പെസഹ ആചരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഈ കെട്ടുപൊട്ടി ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു ആരാധനയില്ല എന്ന് പറഞ്ഞ് അടിമത്തത്തിന്റെ അകത്ത് കടന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് സംഹാരദൂതൻ ഇറക്കി വെച്ച് ഹല്ലേലൂയ സകലത്തിനെ വെട്ടിമാറ്റി ഹല്ലേലൂയ ഒറ്റ രാത്രി കൊണ്ട് വിടത്തില്ലെന്ന് പറഞ്ഞവന്റെ നാവ് കൊണ്ട് വിട്ടയക്കാൻ ഉത്തരവ് വായിപ്പിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഇറക്കി തിരിച്ച് മുമ്പിൽ കാണുന്ന ചെങ്കടലിനെ വിഭാഗിച്ച് ദൈവം മറുകരയെത്തിയപ്പോ മിരിയാം കയ്യിൽ തപ്പെടുത്താർത്തു. എന്റെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ. ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ്. അവന്റെ കരത്തിന്റെ പ്രവൃത്തി കൊണ്ട് അവൻ നിന്നെ സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്. ജീവിതത്തിൽ ഏത് കുടുക്കി കിടന്നാലോ, ജീവിതത്തിൽ ഏത് ബന്ധനത്തിൽ കിടന്നാലോ, ആ കരത്തിന്റെ പ്രവൃത്തി കൊണ്ട് നിന്നെ സന്തോഷിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ കരത്തിന്റെ പ്രവൃത്തി കൊണ്ട് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച ദൈവം നിറയ്ക്കും. പ്രശ്നം മുമ്പിൽ നിൽക്കുമ്പോഴും ദൈവം ഉള്ളത്തെ നിറയ്ക്കും. എന്നും പ്രശ്നത്തിന്റെ മാത്രമല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് ദൈവം നമ്മെ സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ഇറങ്ങി വരും. ദൈവപ്രവൃത്തി ഇറങ്ങി വരും. ദൈവത്തെ സ്തുതിക്കുക. കാരണം ഉന്നതനായ ദൈവം. 8-ാം വാക്യം പറയുമ്പോൾ അവൻ ഉന്നതനായ ദൈവമാണ്. ഇനി ഇന്നത്തെ മെസ്സേജിലേക്ക് വരാൻ പോവാ. എന്നിട്ട് അവിടെ 7 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദുഷ്ടന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. അവൻ വലിയ പുല്ലുപോലെ പെട്ടെന്ന് മുളച്ച് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടൊക്കെ തോന്നും. പക്ഷെ നിലനിൽക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? വാടിപ്പോവും. ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ അയ്യോ അതെന്താ അങ്ങനെ, അത് ആദ്യം തറയ്ക്കും. ആദ്യം കാണാൻ ഭംഗിയൊക്കെ കാണും. പക്ഷെ പുല്ല് പോലെ പുല്ല് പടന്ന് പന്തലിച്ച് നിൽക്കുമ്പോ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ 6 മാസം കഴിഞ്ഞ് ആ കുന്നയെ പോയി നോക്കിയാ അത് പിന്നെ മുട്ടക്കുന്ന് പോലെ കിടക്കും. ഒന്നുമില്ല. അതാണ് കമ്പയർ ചെയ്യുക. എന്നിട്ട് ഇനി ശ്രദ്ധിച്ചേ, 12-ാമത്തെ വചനം തുടർന്ന് വായിച്ചു. 12, 13, 14. നീതിമാൻ പന പോലെ തഴയ്ക്കും. നീതിമാൻ പഴ പോലെ തഴയ്ക്കും. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച വെച്ചും ഇരിക്കും. 12, 13, 14 വചനം. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു. ശക്തമേറിയ ദൈവദൂത് ഈ മിനിറ്റിൽ നിങ്ങൾക്ക് കൈമാറാൻ പോകും. ഈ 92-ാമത്തെ സങ്കീർത്തനം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു. ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവാത്മാവ് നമ്മളോട് അരുളി ചെയ്യുന്ന ആലോചന എന്താ അറിയാം? ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്ത് ഡെസ്റ്റിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, നീ ഉണങ്ങിപ്പോയി ഫലമില്ലാതായി പരാജയപ്പെട്ട് പോകാനല്ല ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു ഫ്രൂട്ട്ഫുൾ ഇല്ലാതെ ഡ്രൈ ആയി ഉണങ്ങി പരാജയം അനുഭവിച്ച് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ 92-ാം സങ്കീർത്തനം ഒരു ഗ്യാരണ്ടി തരികയാണ്. എന്താണ്? ഗ്യാരണ്ടി തരികയാണ്. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്ന ഒരു ഗ്യാരണ്ടി വിളിച്ചു പറയുകയാണ്. ദൈവം ഇതിനോട് പറയുന്നു, നിന്നെ ദൈവം ആക്കി വെച്ചത് ഫലമില്ലാതെ തകർന്നു പോയി പരാജയപ്പെട്ട് ഹല്ലേലൂയ അല്ല ദൈവം വെച്ചിരിക്കുന്നത്. നിന്നെ ഫലമുള്ളതാക്കി ഫ്ലറിഷ് ആക്കി വിജയം അനുഭവിപ്പാനാണ് ദൈവം വെച്ചിരിക്കുന്നത്. അതായത് ഉണങ്ങി പരാജയപ്പെട്ട് ഫലമില്ലാതെ പോകാനല്ല ദൈവം വെച്ചത്, പകരം തഴച്ച് വളർന്ന് ജയം അനുഭവിപ്പാൻ ദൈവം നിന്നെ വെച്ചിരിക്കുന്നു എന്ന് 92-ാം സങ്കീർത്തനം
ഗ്യാരണ്ടി പറയുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ നോക്കി ഒരു ദൈവദാസ നിലയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ഒരു ഗ്യാരണ്ടി പറയാ. ഈ ഗ്യാരണ്ടി നമ്മളൊരു ഗ്യാരണ്ടി കാർഡ് വാറന്റി പേപ്പർ എടുത്തെടുക്കാൻ പറഞ്ഞില്ലേ? ഹല്ലേലൂയ. ആ ഗ്യാരണ്ടി കാർഡ് എടുത്തു വെക്കുന്ന പോലെ ഇന്ന് ഈ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുത്തി വെച്ചോ. നിന്നെ ദൈവമാക്കി വെച്ചത് നീ ഉണങ്ങിപ്പോകാനല്ല, നീ മനസ്സ് തകർന്ന് ജീവിക്കാനല്ല, നീ ഫലം കായ്പാന ദൈവം വെച്ചത്. നീ തഴയ്ക്കാനാണ്, ഫ്ലറിഷാനാണ്. ഇനി ശ്രദ്ധിച്ചേ, ഈ ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലറിഷാണ്, തഴയ്ക്കണം, ഫലമുള്ളതാണ്, ജയം അനുഭവിക്കണം, വളരണം, സക്സസ് ആവണം. നല്ല കാര്യം. അതിന് ലോകം പറയുന്ന പോളിസി ഉണ്ട്. അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല, അർത്ഥസത്യമാണ്, ശരിയാണ്. അവരെന്താണ് പറയുന്നത്? ലോകം പറയുന്നത് നമ്മളത് മൊബിലിറ്റി, അതായത് നമ്മൾ അതിനായിട്ട് വർക്ക് ചെയ്യണം, പ്രവർത്തിക്കണം, കീപ് മൂവിങ്, നമ്മളത് അതിനുവേണ്ടി ചലിച്ചുകൊണ്ടിരിക്കണം, കാലത്തിനനുസരിച്ച് മാറ്റം, കീപ് ചേഞ്ചിങ്, നമ്മൾ മാറ്റം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചേസ്, ഒരു വലിയ കാര്യത്തിന് വേണ്ടി ചേസ് ചെയ്യണം. തെറ്റ് പറയാൻ പറ്റില്ല, നല്ല കാര്യം, അത് വേണം. അവർ ഈ പറയുന്നതെല്ലാം സദൃശ്യവാക്യത്തിൽ നിന്നാ പറയുന്നത്. ഈ പറയുന്ന വാക്കുകളെല്ലാം സദൃശ്യവാക്യത്തിന്റെ വാക്കുകളാണ് ബൈബിളിലെ. യെസ്, ഗുഡ്, നല്ലതാണ്. അതിന്റെ അപ്പുറത്തൊരു പ്രിൻസിപ്പിള് ദൈവത്തിന്റെ ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ പറയുന്ന പ്രിൻസിപ്പിൾ എന്താണെന്നറിയാമോ? ഇത് ലോകം പറയുന്നത് കറക്റ്റ് ആണ്, പക്ഷെ ഡിവൈൻ പ്രിൻസിപ്പിൾ. ആര് ഫ്ലറിഷ് ആവും, ആര് പരാജയപ്പെട്ടു പോകത്തില്ല, ദൈവത്തിന്റെ സന്നദ്ധിയോട് ചേർന്നിരുന്ന് അപ്രസൻസി പ്ലാന്റ് ചെയ്യുന്നവൻ ഫ്ലറിഷ്. ഹല്ലേലൂയ. ഒറ്റവാക്കി ലോകം പറയും അതെല്ലാം കൂടെ ചെയ്യണം. യെസ്, ശരിയാ, മൂവ് ഏത് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ബൈബിൾ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അതിന്റെ അകത്ത് വേറെയുണ്ട്, സ്റ്റെബിലിറ്റി. നീ കർത്താവിന്റെ സന്നദ്ധിയോട് ചേർന്നിരുന്നാൽ നീ ഫ്ലറിഷ് ആകും, നീ ഫലം കായ്ക്കും, നീ വളരും, ഡ്രൈ ഉള്ളിടത്ത് നീ ജയം അനുഭവിക്കും. ഇന്ന് പകൽ ഒരു ബൈബിളിന്റെ പ്രിൻസിപ്പിൾ പറയാം, അതിലേക്ക് വരാൻ പോവുക. ശ്രദ്ധിച്ചേ, 12 മുതൽ നമ്മൾ 12 വാക്യം മുതൽ വായിക്കുമ്പോ ദൈവസന്നിധി നിൽക്കുന്ന നീതിമാനെ 2 മരത്തിന്റെ വളർച്ചയോടാണ് ഉപമിച്ചിരിക്കുന്നത്. 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീതിമാൻ പന പോലെ തഴയ്ക്കും. ഒന്ന്, നീതിമാൻ എങ്ങനെ തഴയ്ക്കും? പന പോലെ തഴയ്ക്കും. പന പോലെ. 2 വ്യത്യാസം കാണാം. മറ്റേ നേരത്തെ അത് 7 വായിക്കുമ്പോ ദുഷ്ടനെ കുറിച്ച് അറിയാം, കാണുമ്പം പുല്ല് പോലൊക്കെ കാണും, പിന്നീട് അത് പാടിപ്പോ തകർന്നു പോകും. ആദ്യത്തെ സെറ്റപ്പും കെറ്റപ്പേ ഉള്ളൂ. സന്നിധിയോട്, പ്രസൻസിനോട്, ദൈവസാന്നിധ്യോട് ചേർന്നിരിക്കുന്ന ദൂത് പറയാം. ഒന്ന്, അവൻ പുല്ലുപോലല്ല, പകരം എന്തുപോലാണ്? പന പോലെ തഴയ്ക്കും. പുല്ല് മുളച്ച് തഴയ്ക്കുന്ന പോലല്ല. നമ്മൾ കാണുന്ന വളം തളച്ച് വരുന്നതൊക്കെ പുല്ല് മുളയ്ക്കുന്നതില്ല. ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നവരെ പറയുന്നു പന പോലെ തഴയ്ക്കും. പനയുടെ പ്രത്യേകത എന്താ അറിയാം? എന്താ പനയുടെ പ്രത്യേകത? വലിയ വെള്ളവും വളമൊന്നും വേണ്ട, മരുഭൂമിയിലും വളരും. മരുഭൂമിയിൽ എന്ത് ചെയ്യും? വളരും. പന പോലെ ദൈവം തഴയ്ക്കും. സഹായിപ്പാൻ ആരുമില്ലാത്തപ്പോ, നിന്റെ ഗ്രൗണ്ട് അത്ര നിനക്ക് നല്ലതല്ലെന്നിരിക്കുമ്പോഴും ഹല്ലേലൂയ, ആ മരുഭൂമിയിൽ പച്ചപ്പ് പോലെ ഹല്ലേലൂയ നീ പന പോലെ തഴച്ചിരിക്കും. അതിന്റെ പ്രത്യേകത എന്താ? പനയ്ക്ക് ഒരു പ്രത്യേകത അറിയാം, അതിന്റെ വേരിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഊർന്നിറങ്ങും. അടിയിൽ എവിടെയെങ്കിലും ഒരു ഇച്ചിരി വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കും. അത് മതി. നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കണമെന്ന്, മരുഭൂമി ആരും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അത് എവിടുന്നെങ്കിലും ഒരു വെള്ളാംശം കിട്ടിയാൽ മതി, അത് തിരിച്ചു പിടിച്ചെടുക്കും. ദൈവം നിന്നെ ആക്കി വെക്കുന്നത് എന്താണെന്നറിയാമോ? പന പോലെ നീ എന്ത് ചെയ്യും? തഴച്ചു
തഴച്ചു വളരും. ഹല്ലേലൂയ. മരുഭൂമിയിൽ സിറ്റുവേഷൻ ഒരിക്കലും നിനക്ക് അനുകൂലമല്ലാത്തപ്പോൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എപ്പോഴും ഗ്രീൻ ആവും, എപ്പോഴും ഫ്രൂട്ട്ഫുൾ ആവും. നല്ല പച്ചിപ്പിന്റെ അനുഭവത്തിലേക്ക് തഴയ്ക്കുന്ന ഒരു അനുഭവം. അതാണ് എന്താണ് പന പോലെ. അടുത്തത് പിന്നെ അടുത്ത മരം എന്തുവാ? ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ഒന്ന് തഴയ്ക്കും, അടുത്ത എന്ത് ചെയ്യും? വളരും. ദേവദാരുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഭയങ്കര സ്ട്രെങ്താണ്, നല്ല ഹൈറ്റിലും വളരും. ദേവദാരുവിന്റെ മരമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്, ശക്തിയോടെ വളരും. നല്ല അമ്പര ചുംബി ബിൽഡിങ്ങിനേക്കാൾ അപ്പുറം നല്ല ഹൈറ്റ് വളരും. അത് മാത്രമല്ല, അത് നല്ല തടിക്ക് സ്ട്രോങ് ആണ് തടി. അതിനർത്ഥം ഒരു സംഭവത്തിനും നിന്നെ തൊടാൻ പറ്റാത്ത, ഹല്ലേലൂയ, നിന്നെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആഴത്തിൽ വേരൂരുന്ന് ദേവദാരു പോലെ വളരും. ഇപ്പൊ ദൈവസന്നദ്ധിയിൽ ദൈവം ദൂത് പറയാണ്, എങ്ങനെയായിരിക്കും? നീ പുല്ലുപോലല്ല, പന പോലെ തഴയ്ക്കും. ഇതെങ്ങനെ തഴയ്ക്കുന്നത്? എങ്ങനെ തഴയ്ക്കും? എങ്ങനെ വളരും? നീ പന പോലെ തഴയ്ക്കും. ദേവദാരു പോലെ എന്ത് ചെയ്യും? വളരും. ഉറക്കെ പറ, പന പോലെ തഴയ്ക്കും, ദേവദാരു പോലെ വളരും. ആമേൻ. ഇനിയാണ് അതിന്റെ പ്രധാന ആഴ്ച. ഇത് എങ്ങനെയാണ് തഴയ്ക്കുന്നത്, എങ്ങനെയാണ് വളരുന്നത്? ഇനി അതിന്റെ 13ാമത്തെ വാക്യം വായിച്ച്. യഹോവയുടെ ആലയത്തിൽ നടുതലയായവൻ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, മർമ്മം പറയാൻ പോ. എങ്ങനെ തഴയ്ക്കുന്നത്? ദൈവത്തിന്റെ ആലയത്തിൽ നടുതല എന്ന് വെച്ചാൽ നടുക എന്നാണ് എന്റെ അർത്ഥം. മലയാള അർത്ഥം എന്താ? അവരൊക്കെ പറ, നടുക, പ്ലാന്റ് ചെയ്യുക. ദൈവാലയത്തിൽ വെച്ചാൽ ദൈവസന്നിധി, പ്രസൻസ് ഓഫ് ഗോഡ് ആണ്. ദൈവ സാന്നിധ്യത്തിൽ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, ദൈവ സാന്നിധ്യത്തിൽ നട്ടവൻ അവൻ തഴയ്ക്കും. പ്ലാന്റിങ്, വിസിറ്റിംഗ് അല്ല. പ്ലാന്റിങ്ങും വിസിറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. വിസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതാണ് എന്ത് ചെയ്യുന്നത്? വിസിറ്റിംഗ്. പ്ലാന്റിങ് എന്തുവാ? അവിടെ തന്നെ നട്ടുവള. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ഈ നടുതല, പ്ലാന്റിങ്. അതിന്റെ യഥാർത്ഥ എബ്രായ പദത്തിന്റെ അർത്ഥം ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. വെച്ചാൽ ഒരിടത്ത് നിന്ന് ഇടം മാറ്റി നടുക. അവർക്ക് പറ, ഇടം മാറ്റി നടുക. ചിലത് കണ്ടില്ലേ, കാട്ടിക്കിടന്ന അല്ലെങ്കിൽ വേറെ അന്തരീക്ഷത്തിലായിരുന്ന അതിനെ അവിടുന്ന് എടുത്തുകൊണ്ട് ഇടം മാറ്റി അതിന് പറ്റിയ സ്ഥലത്തേക്ക് കൊണ്ട് നടുമ്പോ അത് വളരും. ഇതുപോലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം ചെയ്യുന്ന പദ്ധതി, ദൈവത്തിന്റെ ആലയത്തിൽ ദൈവസന്നിധിയിലേക്ക് നിന്നെ കൊണ്ട് പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ദൈവസന്നിധിയോട് നീ ചേർന്നിരിക്കാൻ തയ്യാറായാൽ, ഇതുവരെ നിന്റെ പഴയത് എന്താണോ, പഴയ അനുഭവം എന്താണോ, അത് വിഷയമല്ല. ആലയത്തിൽ നടുതലയായിരിക്കുന്നവർ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ട് നിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. നേരത്തെ പാപികളായിരുന്നു, നേരത്തെ ലോകത്തിലായിരുന്നു, പല മണ്ഡലത്തിലായിരുന്നു. അവിടുന്ന് നിന്നെ പറിച്ചെടുത്ത് നീ ദൈവസന്നിധിയോട് ചേർന്നിരുന്നാൽ നിന്നോടൊരു ദൂത് പറയുന്നു, ദൈവം നിന്നെ പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തഴയ്ക്കും. നടുമ്പോ അതിന്റെ അകത്തു രണ്ട് വ്യത്യാസമുണ്ട്. രണ്ട് രീതിയിൽ നടും, രണ്ട് അനുഭവത്തിൽ നടും. ഇനി ശ്രദ്ധിച്ചേ, ഇപ്പൊ പ്ലാന്റ് ദൈവത്തിന്റെ ആലയത്തിൽ. അപ്പൊ ആരാണ് ഫ്ലറിഷ് ആകുന്നത്? ആരാണ് തഴയ്ക്കുന്നത്? ദൈവ സന്നിധിയോട് ചേർന്നിരിക്കും. ഈ ദൂത് എന്തിനാ പറഞ്ഞത്? ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയോട് ചേർന്നിരിപ്പാൻ നിങ്ങൾ കൊതിച്ചോ? ദൈവസന്നിധിയോട് വീണ്ടും ആഴത്തിൽ ചേർന്നിരുന്നോ?
ഈ ആണ്ട് തീരാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരെ തൊട്ട് പറയാണ്, നിങ്ങളുടെ വീട്ടിലെ ഓരോ പ്ലാന്റും തഴയ്ക്കാൻ പോവുക. മക്കൾ, ഭാര്യ, ഭർത്താവ്, ഹല്ലേലൂയ, നിന്റെ ഓരോ കുടുംബത്തിലെ ഓരോന്നും പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ ഇവിടെയും പ്ലാന്റ് ആകാനുള്ളതല്ല, പ്രസൻസ് ഓഫ് ഗോഡിൽ, ദൈവ സാന്നിധ്യത്തിൽ ഞാൻ പ്ലാന്റ് ആകാനുള്ളതാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നു, ഹല്ലേലൂയ, ഒരു ചെടിക്ക്, ഒരു അനുഭവത്തിന് അതിന് വളരാൻ ഒരു അന്തരീക്ഷമുണ്ട്. തണുപ്പ് സ്ഥലത്ത് വളരുന്നത് ഇവിടെ കൊണ്ട് വന്നിട്ട് പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ നീ തഴയ്ക്കാൻ ഏറ്റവും വലിയ ജയം അനുഭവിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, നീ ദൈവ പ്രസൻസ് ഓഫ് ഗോഡിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക. ഇന്ന് പകൽ ഒരു തീരുമാനം. നിങ്ങൾക്കറിയാം, എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെയോ ചില മണ്ഡലങ്ങൾ അത്ര പ്ലാന്റ് ചെയ്തിട്ടില്ല, എവിടെങ്കിലും മാറിക്കിടക്കുവാണെങ്കിൽ ഇന്ന് അത് അവിടുന്ന് പിഴുതെടുത്ത് ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ കൊണ്ട് നടാൻ തയ്യാറായാൽ നീ തഴയ്ക്കുന്ന നാളുകളാണെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. നീ പന പോലെ തഴയ്ക്കുക, ദേവദാരു പോലെ വളരും. ഇനി ശ്രദ്ധിച്ചേ, ഈ നടുക എന്ന് പറയുമ്പോൾ രണ്ട് രീതി നടലുണ്ട്. ഒരു നടലിന് പറയുന്ന പേരാണ്, അതിനൊരു ഭാഗമാണ് പോട്ടഡ് എന്ന് പറയും. അതിന് ഇത്രേ ഉള്ളൂ, ഈ ചെറിയ സാഹചര്യത്തിൽ കൊണ്ട് നടന്ന്, അതായത് ഈ പൂച്ചെടിയിൽ, ചെടിച്ചട്ടിയിലുണ്ടല്ലോ, ചെടിച്ചട്ടി കൊണ്ട് നടന്നത് നടല. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്, അത് അധികം തഴയ്ക്കാൻ പറ്റത്തില്ല. കാരണം അതിന് ആ സാഹചര്യത്തിന്റെ അകത്ത് നിൽക്കുക. നട്ടോന്ന് ചോദിച്ചാൽ നട്ടു. പക്ഷെ വേറൊരു നടലുണ്ട്, അവിടുന്ന് എടുത്ത് ഇച്ചിരി നല്ല കുഴി കുഴിച്ച് ആഴത്തിൽ വിട്ടുകൊടുത്താൽ, അത് അങ്ങോട്ട് വെച്ചാൽ ഇതിന്റെ വേര് ഭയങ്കരമായിട്ട് ഇറങ്ങും. നമ്മൾ നട്ടിട്ടുണ്ട്, പക്ഷേ പോട്ടഡ് ആയിട്ടുള്ള നടലാണ് നമുക്ക് പലപ്പോഴും. ആ ചെടിച്ചട്ടിയുടെ വട്ടം പൊട്ടിയാൽ നീ ആഴത്തിൽ വേരൂന്നു. നമ്മുടെ ജീവിതത്തിൽ ചില സാധനം ഇങ്ങനെ കിടക്കുകയാണ്, നട്ടിട്ടുണ്ട്, പക്ഷെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ. കാരണം ഈ ചെടിച്ചട്ടിക്കായ എന്നും വെള്ളം വേണം, എന്നും വെള്ളം വേണം. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങളുടെ വീട്ടിൽ ചെടിച്ചട്ടി നട്ടിരിക്കുന്നത് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ 2:30-3 മണി പോലും ആവണ്ട, അതിനു മുമ്പ് ഇങ്ങനെ വാടി നിൽക്കുന്ന കാണാം. പക്ഷെ ചെടിച്ചട്ടി നടാത്ത സെയിം സാധനം അപ്പുറത്ത് നിൽക്കുന്ന വെറും മണ്ണി നട്ടിരിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് വാടത്തില്ല. കാരണം അതിന് വിശാലമായി വേരിറങ്ങാൻ പറ്റും. എന്ന് പറയുന്ന പോലെ വെറുതെ നട്ടിട്ട് കാര്യമില്ല. പ്രസൻസ് ഓഫ് ഗോഡ് വന്ന് നീ നടുമ്പോ നിന്നെ അതിനെ തടസ്സം നിൽക്കുന്ന ബാരിയേഴ്സുകളെ നീ പൊട്ടിക്കണം. അത് നമ്മുടെ ഒരു സമർപ്പണം വേണം. ചെടിച്ചട്ടി നടാൻ എളുപ്പം അല്ലേ? ഒരു സംഭവം ചെടിച്ചട്ടി നടാൻ എന്തോ ഈസിയാ. പക്ഷേ ആഴത്തെ കുറിച്ച് ഇപ്പുറത്തോട് അടങ്ങി ഒരു സമർപ്പണം വേണം, ഇച്ചിരി ടൈം എടുക്കും, ഇച്ചിരി അധ്വാനമുണ്ട്. പക്ഷെ ഇന്ന് പകൽ ചിലതിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു, നീ പ്രസൻസ് ഓഫ് ദൈവ സന്നിധിയോട് ചേർന്നിരുന്ന് അതി നടാൻ നീ തയ്യാറായാൽ, നിന്റെ ജീവിതത്തിൽ ചിലതിനെ അതിരുകളെ പൊളിക്കാൻ തയ്യാറായാൽ നീ തഴയ്ക്കാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ട് ദൈവം നട്ടേക്കുന്നത് പന പോലെ തഴയ്ക്കാനാണ്. ദൈവം നട്ടേക്കുന്നത് ദേവദാരു പോലെ വളരാനാണ്. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നത് കണ്ണ നമ്മൾ നട്ടതുപോലെ തോന്നും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എവിടുന്നോ കൊണ്ട് നട്ടതാണ്. പക്ഷെ അറിയാതെ ചെടിച്ചട്ടി പോലെ മേളിലും താഴെയും. ചെടിച്ചട്ടിയുടെ പ്രത്യേകത എന്താ? അടിയിലും ബ്ലോക്കാണ്, സൈഡിലും ബ്ലോക്കാണ്. അതുകൊണ്ട് മേലോട്ട് കയറി വരാൻ അധികം പറ്റത്തില്ല. ഇന്ന് പകൽ നമുക്കറിയാം, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ അത് അനുഭവിക്കാൻ പറ്റാതെ ചിലത് ജീവിതത്തിന്റെ ചുറ്റും നിൽക്കുന്നത്. ഇന്നത് പൊളിക്കാൻ തയ്യാറായാൽ, അതിനൊരു സമർപ്പണം ഉണ്ടെങ്കിൽ നീ തഴയ്ക്കാൻ പോകുക. നിന്റെ കൂടാരം തഴയ്ക്കാൻ പോകുക, നിന്റെ ജീവിതം തഴയ്ക്കാൻ പോകുക. ഉറക്കെ പറ, ദൈവസന്നിധി നട്. നമ്മൾ 13 വായിച്ചത് ഇങ്ങനെയാണ്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ദൈവസന്നിധിയിൽ പ്രസൻസിലാണോ നീ തഴയ്ക്കും. പ്ലാന്റ് ചെയ്യുക, അത് ആഴത്തിലായിരിക്കുക. അത് പ്രസൻസിലാണെങ്കിൽ പ്ലാന്റിങ്
പ്ലസ് പ്രസൻസ് ഈസ് ഈക്വൽ ടു ഫ്ലറിഷ്. ദൈവം നിന്നെ അങ്ങനെയൊക്കെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. ഇനി ഒരു കാര്യങ്ങളുണ്ട്, അത് തുടരണം. വിസിറ്റർ ആവല് പകരം എന്ത് ചെയ്യണം? ഒന്ന് രണ്ട് വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അതാണ് ഈ 92:14 തൊട്ടടുത്ത വാക്യം ഒന്ന് കാണിച്ചേ. 14 വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. തുടർന്നാൽ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. അത് തുടരും, ഒരു സീസൺ അല്ല, തുടർന്നും കാണും. രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കണം. സങ്കീർത്തനം 16:11. സങ്കീർത്തനം 16:11. സങ്കീർത്തന പുസ്തകം 16:11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ, എല്ലാവരും ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. സന്തോഷത്തിന്റെ പരിപൂർണത എവിടെ ഉള്ളേ? ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. മോശ ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പുറപ്പാട് 30 ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുപ്പിക്കരുതേ. ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകരുത് മോല്ലേ. കാരണം മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നല്ല കാര്യം, പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടാകണം. അപ്പൊ ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അപ്പൊ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ സ്വസ്ഥത അനുഭവിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അസ്വസ്ഥത വല്ലാതെ വരുന്നെങ്കിൽ മനസ്സിലായിക്കോണം, എത്രയും പെട്ടെന്ന് ഓടി ദൈവ സാന്നിധ്യത്തിലോട്ട് കേറിക്കണം. മീനെ കണ്ടിട്ടില്ലേ? കടപ്പുറത്ത് കണ്ടില്ലേ? മീനെ പിടിക്കുന്ന കണ്ടില്ലേ? മീനെ ഈ വെള്ളത്തിൽ കിടക്കുമ്പോ ഓടിച്ചാടി കളിക്കുന്ന ഒരു വിറയിലും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്, അത് കാണാൻ രസമാണ്. പക്ഷെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് മേളിൽ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒരു ബഹളം കാണിക്കും. ആ ബഹളം വേറെ വ്യത്യാസമാണ്. മറ്റേത് വെള്ളത്തിൽ ഓക്സിജനൊക്കെ കിട്ടി നല്ല അടിച്ചു പൊളിച്ച് കിടന്ന് ചാടുന്നതാ. പക്ഷെ കരക്കകത്ത് പിടിച്ചിടുമ്പോ കിടന്ന് പെടയുന്നത് എന്തിനാണെന്നറിയാമോ? എത്രയും പെട്ടെന്ന് ഓക്സിജൻ കിട്ടണം, എത്രയും പെട്ടെന്ന് വെള്ളത്തിലോട്ട് തിരിച്ചിറങ്ങണം. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധമ്മ പറയുന്നു, ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ വല്ലാതെ കിടന്ന് അസ്വസ്ഥപ്പെടുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, എത്രയും പെട്ടെന്ന് ഓടി ദൈവസാന്നിധ്യത്തിലേക്ക് വരിക. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവ സന്നിധിയോട് ചേർന്നിരിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കും. ഫ്രഷ് ആയിട്ട് എപ്പോഴും ദൈവം. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം, ദൈവസന്നിധിയോട് ചേർന്ന ഒരു അനുഭവമായിരിക്കും. അവൻ തഴയ്ക്കും, അവൻ വളരും. ഇതെല്ലാം ഒരു കൊതി ജീവിതത്തിന്റെ അകത്ത് വേണം. ഇതെന്തിനാ പറയുന്നത്? ജീവിതത്തിൽ പ്രാപ്തിയാക്കാൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് വരാം. ഈ ദിവസങ്ങളിൽ നിങ്ങളെ തഴപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആണ്ട് എല്ലാവരും ശ്രദ്ധിച്ച, ഈ ആണ്ട് തുടങ്ങിയപ്പോൾ ദൈവം നമുക്ക് തന്ന ദൂതെന്താ? ഈ ആണ്ട് തുടങ്ങിയപ്പോൾ ദൈവം തന്ന ദൂതെന്താ? നിന്റെ മരുഭൂമികൾ പരിശുദ്ധാത്മാവിനാൽ മലർവാടികളാകാൻ പോവുക. പരിശുദ്ധാത്മാവിനാൽ മരുഭൂമി മാറാൻ പോവുക. ആണ്ട് അവസാനിപ്പിക്കുമ്പോൾ ദൈവം ഒരിക്കൽ കൂടെ പറയുന്നു, നീ ആ മരുഭൂമി മാത്രമല്ല, നീ പ്രസൻസിനോട് ചേർന്നിരുന്നാൽ നീ തഴയ്ക്കാൻ പോവുക, ദേവദാരു പോലെ വളരാൻ പോകുക. ഇന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, ചിലരെ കുറച്ചുകൂടെ ഓടി ദൈവത്തിന്റെ സന്നിധിയിൽ നടുന്ന പോലെ കർത്താവിന്റെ മറ്റെന്തിനേക്കാൾ, അപ്പാ നിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് നിറയണം, നിന്റെ സാന്നിധ്യത്തിൽ കുതിർന്നിരിക്കണം, നിന്റെ സാന്നിധ്യം ഞാൻ കൂടുതൽ കൊതിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ ദൂത് എന്തിനാ പറയിക്കുന്നതെന്ന് അറിയാമോ? നീ ക്ഷീണിച്ച്, നീ തളർന്ന്, നീ പരാജയപ്പെട്ട്, നീ ഉണങ്ങി, നീ വാടിപ്പോകാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോരുത്തരെ നോക്കി വിളിച്ചു പറയുന്നു, നിന്റെ വീടിനെ കണ്ടിരിക്കുന്നത്, നിന്റെ ഭാവിയെ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാനല്ല, ദൈവ സാന്നിധ്യത്തിൽ നീ തളർച്ചു വളരാനാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ നോക്കി ഞാൻ ദൂത് പറയാ, ദൈവം നിന്നെ ഫ്ലറിഷ് ആക്കാൻ പോകുക. ദൈവം നിന്നെ ഫ്ലറിഷ് ആക്കാൻ പോകുക. നീ ദേവദാരു പോലെ വളരാൻ പോകുകയാണ്. നീ പന പോലെ മരുഭൂമികൾ സാഹചര്യം ഇല്ലാതിരിക്കുമ്പോ ചിലതിനെ നോക്കി ദൂത് പറയുന്നു, നിങ്ങൾ തഴയ്ക്ക്. ചില കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, തഴയ്ക്ക്. കരമടിച്ച് ആത്മാവിൽ ചേർന്ന് ഈ ദിവസങ്ങളിൽ ഉണങ്ങിയിരിക്കാനല്ല, വല്ലാതെ ഉണങ്ങ് അനുഭവിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, എത്രയും പെട്ടെന്ന് നിനക്ക് ദൈവ സാന്നിധ്യം അത്യാവശ്യമാണ്. ദൈവസന്നിധിയോട് പ്ലാന്റ് നടുക. ഉറക്കെ പറ, നടുക. എവിടാ എവിടാ? പ്രസൻസിലോട്ട് നടുക. അതിനെ വളർത്തും. അതിന് മാറിപ്പോകുമ്പോ ഉണങ്ങുന്ന അനുഭവത്തിലേക്ക്. ഒരു വാക്ക് ശ്രദ്ധിച്ചേ, ബൈബിളിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ദൈവസന്നിധിയോട് ചേർന്നിരിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ തെരഞ്ഞെടുത്തിയാണെന്ന്? നമ്മളെ ദേശീയ കർത്താവ് തെരഞ്ഞെടുത്തതാ, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ദൈവം ചൂസ് ചെയ്ത നമ്മൾ ഓരോരുത്തർ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ദൈവം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, ദൈവം തെരഞ്ഞെടുത്തിയാന്ന് പറഞ്ഞു. ഒന്ന് രണ്ടു പേരെ തൊട്ടിട്ട് പറഞ്ഞു. എല്ലാവരും ഉഷാറാകട്ടെ. ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ദൈവം നിന്നെ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ചിലതിനെ പ്ലാൻ ചെയ്യാൻ പോവാ. എവിടോ കിടന്നതിനെ ഇനി ആ ലെവലിൽ പോവല്ലേ. നീ വളരത്തില്ല, നീ തഴയ്ക്കത്തില്ല, നീ മാടിപ്പോകും. എത്രയും പെട്ടെന്ന് ഓടി സാന്നിധ്യത്തിലേക്ക് പ്ലാൻ ചെയ്യും. നട്, വിട്ടുകൊടുക്ക്. ഇനി വേറെ ചിലർ നട്ടു എന്ന് തോന്നുന്നു, പക്ഷെ ചുറ്റും ചെടിച്ചട്ടി പോലെ നിൽക്കുകയാണ്. പോട്ടഡാണ്, പോട്ടഡല്ല പ്ലാന്റഡാ വേണ്ടത്. ആ പോട്ടുകളെ പൊട്ടിച്ചു കളയാൻ പോവാ. ഈ ദിവസങ്ങളിൽ നിന്നെ സാന്നിധ്യത്തിലേക്ക് വളർത്താതെ, നിന്റെ വേരിനെ ആഴത്തിലേക്ക് ഇറക്കാതെ, അത് സ്വഭാവമാകാം, ജീവിത ശൈലിയാകാം, ജീവിതത്തിന്റെ ക്രമീകരണമാകാം, അത് ബന്ധങ്ങളാകാം, ചിന്താ മണ്ഡലങ്ങളാകാം, പൊളിക്കേണ്ട സമയമായി. ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. ജീസസ്, ജീസസ്. ഹല്ലേലൂയ. ഇനി ശബ്ദം ഉയർത്തി, കരമുയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഒരു ദൂത് ശ്രദ്ധിച്ചേ. ഈ ദൂത് പറയാനാ ഞാൻ ഇത്രയും നേരം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. ദൈവത്തിന്റെ ആലയത്തിൽ നടുതലായിരിക്കുന്നവനെ ദൈവം തഴപ്പിക്കും. എങ്ങനെ? പന പോലെ തഴയ്ക്കും. എങ്ങനെ വളരും? ദേവദാരു പോലെ. പ്രസൻസിൽ, ദൈവസന്നിധിയോട് ചേർന്നിരിക്കുക. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാ. തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തഴയ്ക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. തഴച്ചു ഫലം കഴിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിനെ എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫലമാവത്തില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഫെലോഷിപ്പാണ്. കർത്താവിനെ പിരിഞ്ഞ് നിനക്ക് തഴയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ. കൊമ്പും മുന്തിരിവള്ളി പോലെ. എത്ര വലിയ ഗ്രേഡുള്ള മുന്തിരിവള്ളി ആണെങ്കിലും കൊമ്പും മുന്തിരിവള്ളിയും ചേർന്നിരിക്കാതെ, ആ വേരിനോട് ചേർന്നിരിക്കാതെ തരച്ചു ഫലം കഴിക്കാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലെ സംഖ്യ 17 എടുത്ത്, സംഖ്യ പുസ്തകം 17. ദൈവം ഒരു അടയാളം കാണിക്കുക. ഞാൻ ആരെയാ തെരഞ്ഞെടുത്തേ, ആ തെരഞ്ഞെടുത്തതിന് ഒരു അടയാളം ഞാൻ കാണിക്കാൻ പോവാന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ശ്രദ്ധിച്ചേ. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്. ഒരു മിനിറ്റ്, എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്ന്, എല്ലാ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ബൈബിൾ എല്ലാവരും കൊണ്ടുവരണം. ബൈബിൾ തുറക്കണം. എല്ലാവരും തുറന്ന്. ഏതെങ്കിലും
പ്രകാശനെ കൊണ്ടുവരാത്ര മാത്രം സ്ക്രീനിലേക്ക് നോക്കാം. വചനം നമ്മുടെ ഉള്ളിലോട്ട് കയറണം. നമ്മൾ ആരും പ്രോഗ്രാമിനോ അതല്ലോ ക്ലബ് മീറ്റിങ്ങോ ഒന്നിനല്ല വന്നിരിക്കുന്ന ദൈവാലയത്തിൽ വചനത്തിലാണ്. ഏത് വിധേനയിലും നിങ്ങൾ ഒന്നിൽ അവിടെ അല്ലെങ്കിൽ ആ സ്ക്രീനിലേക്ക് ദൈവവചനത്തെ ശ്രദ്ധിച്ചേ. യെസ്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്നും ഗോത്രം ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി. 12 ഗോത്രത്തിൽ നിന്ന് ഓരോ വടി, അവരുടെ കെയർ ഓഫില് ഓരോ വടി ഇങ്ങ് വാങ്ങിക്കണം. 12 വടി വാങ്ങി ഓരോരുത്തരുടെ വടിമേൽ അവന്റെ പേർ എഴുതുക. ആരുടെയൊക്കെ ഗോത്രത്തിന്റെ പേരിൽ നിന്ന് വാങ്ങിക്കുന്നോ അവന്റെയൊക്കെ പേരിൽ നിന്ന് അവന്റെ ഗോത്രത്തിന്റെ പേര് ആ വടിയുടെ മേൽ എഴുതണം. ലേവിയുടെ വടിമേലോ, പക്ഷെ ലേവി ഗോത്രത്തിന്റെ വടി വാങ്ങിക്കുമ്പോ അഹരോന്റെ പേര് എഴുതി അഹരോന്റെ പേര് അവിടെ എഴുതി വെക്കണം. ഓരോ ഗോത്രത്തലവനും ഓരോ വടി ഉണ്ടായിരിക്കണം. ഓരോ ഗോത്രത്തിന് നിശ്ചയമായിട്ട് എന്തോ ഉണ്ടായിരിക്കണം? ഓരോ വടി ഉണ്ടായിരിക്കണം. ഒരു വടി. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വെക്കണം. ദൈവസന്നിധിയിൽ ഞാൻ ഇറങ്ങി വരുന്ന സ്ഥലത്ത് അതിനെ കൊണ്ട് എന്ത് ചെയ്യണം? ആ പ്രസൻസിൽ കൊണ്ട് വടി വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഒരു ദൂത് പറയാ, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഉറക്കെ പറ, തളിർക്കും. ഞാൻ തിരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. അടുത്തത്, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. ഇത് തഴയ്ക്കുമ്പോ, ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി തഴയ്ക്കുമ്പോ ചില പിറുപിറുപ്പുകളെ ഞാൻ നിർത്തും. ചിലത് തഴയ്ക്കാൻ തുടങ്ങിയ ചില പിറുപിറുപ്പുകളെ ദൈവം നിർത്തും. ചിലതിന് അടിവര പറയാൻ പോവാ. ഹല്ലേലൂയ. അടുത്ത, മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ വടി വീതം ഓരോ പ്രഭു ഓരോ വടി വീതം 12 വടി അവന്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടികളുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ആരുടെ വടി ഉണ്ടായിരുന്നു? അഹരോന്റെ വടി. ശ്രദ്ധിച്ചോ, 12 വടിയുടെ കൂട്ടത്തിൽ അഹരോന്റെ പേരെഴുതിയ വടി ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. ദൈവത്തിന്റെ ടെന്റിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് ദൈവാലയത്തിൽ കൊണ്ട് വച്ചു. അടുത്തത്, പിറ്റേന്നാൾ. ഇനി എല്ലാരും ശ്രദ്ധിച്ചേ, വടി കൊണ്ടുവച്ചു. വടിയാണ്. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്ത് ഇരിക്കുന്നത് കണ്ടു. ലേവി ഗ്രഹത്തിന്റെ മേലുള്ള അഹരോന്റെ വടി എന്ത് ചെയ്തു? തളിർത്തിരിക്കുന്നത് കണ്ടു. അതെ, തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. തളിർത്തൊന്നും മാത്രമല്ല, പൂത്ത് ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച പ്രിയരെ, ഒരു വടി ദൈവസന്നിധി കൊണ്ടുവച്ചപ്പോ അത് പൂത്ത് തളിർത്ത് കായ്ച്ച് ബദാം ഫലം ഉണ്ടായിരിക്കും. ഇനി ശ്രദ്ധിച്ചേ, ഒരു വടി അല്ലെങ്കിൽ ഒരു ചെടി വളർന്ന് പൂത്ത് കായ്ച്ച് ഫലം കായ്ക്കണമെങ്കിൽ ഭൗമികമായിട്ട് എന്തൊക്കെ വേണം? 1 സൂര്യപ്രകാശം, 2 മണ്ണ്, വെള്ളം, വളം, ഇതെല്ലാം വേണം. പക്ഷെ ഇവിടെ പറയുന്നു, ഇതൊന്നുമില്ലാത്തൊരു വടി, ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി, ദൈവസന്നിധി കൊണ്ടുവച്ചതിന്റെ ഒറ്റ പേരിൽ സൂര്യപ്രകാശം, വെള്ളം, വളം, ഇതൊന്നുമില്ലാതെ ഒറ്റ രാത്രി കൊണ്ട് അതിനെ തളർപ്പിച്ച് ദൈവം എടുത്തു. ഇതാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പള്. ഇന്ന് പകൽ ദൈവത്തിന്റെ തത്വം വിളിച്ചു പറയാം. ഒരു ലോക സാധാരണതയുണ്ട്, നാച്ചുറൽ നിയമമുണ്ട്. ആ നാച്ചുറൽ നിയമത്തെ തിരുത്തി മാറ്റിക്കൊണ്ട് ദൈവം പറയാ, ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി ദൈവസന്നിധിയോട്, ദൈവത്തിന്റെ ആലയത്തോട് ചേർന്നിരിക്കാൻ തയ്യാറായാൽ എന്റെ ദൈവം അവനെ തഴപ്പിച്ചിരിക്കും. കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന്
ഇന്ന് രാത്രി പകൽ മഹത്വം കൊടുത്തേ. ഒരു ബദാം ഫലം കായ്ക്കണമെങ്കിൽ അതിന് ചില സീസൺ ഉണ്ട്. നോർമലി ചില സീസൺ എടുക്കാം. ഒരു നോർമലി സീസൺ എടുക്കേണ്ടതിന് ഇൻസ്റ്റന്റ് ആയി ഒറ്റ രാത്രി കൊണ്ട് ദൈവം വളർത്തി കാണിക്കാമെങ്കിൽ ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, നീ തഴയ്ക്കാൻ വെള്ളം വേണമെന്നില്ല, നീ തഴയ്ക്കാൻ സൂര്യപ്രകാശം വേണമെന്നില്ല, നീ തഴയ്ക്കാൻ അതിന് വളം വേണമെന്നില്ല. നീ പറയുന്ന ലോകപ്രകാരമുള്ള ഒരു സാഹചര്യങ്ങളോ നിനക്ക് അനുകൂലമല്ലെങ്കിലോ ദൈവ പൈതലേ, നിന്നെ തഴപ്പിക്കാൻ, നിന്നെ വളർത്തിക്കാൻ ദൈവം വിശ്വസ്തൻ. ഇത് പകൽ പരിശുദ്ധാത്മാവ് ചിലതിനെ നോക്കി വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ തണുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കഴിയുമ്പോൾ ചിലതിന്റെ പിറുപിറുപ്പ് നിർത്തി ബാക്കി 12 ബാക്കി വേർതിരിച്ച് ആ 11 വടിയും 12ാമത്തെ വടിയും തമ്മിൽ ഒരു വ്യത്യാസം ദൈവം കാണിച്ചു കൊടുത്തു. ദൈവസന്നിധിയിൽ നീ കാത്തിരിക്കാൻ തയ്യാറായാൽ ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഈ ദിവസങ്ങളിൽ എന്റെ ദൈവത്താൽ വെളിപ്പെട്ടു വരും. വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ഡിഫറൻസ് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നീ തഴയ്ക്കുമ്പോ നിനക്കെതിരെ പറയുന്ന, അതിനാ ദൈവം തഴപ്പിച്ച്. എന്തിനാണെന്നറിയാമോ? അഹരോനെതിരെ കുറച്ചുപേര് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെ നിർത്താൻ ദൈവം തഴപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാൻ തയ്യാറായ നിന്റെ ജീവിതം ഇതുപോലെ തഴയ്ക്കാൻ പോകുക. വെല്ലുവിളിക്കുന്ന, എതിർ പറയുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എന്റെ ദൈവം നിന്നെ തെളിയിക്കും. ഒന്ന് കരമടിച്ചൊന്ന് ആത്മാവിൽ ഈ ദൂതിനെ ഏറ്റെടുത്ത് ഇന്ന് പകൽ എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ടാലോ അതാ ഉണക്കവടി എന്തിനെ കാണിക്കുന്നു? തകർന്ന ബന്ധത്തെ കാണിക്കുന്നു, തകർന്ന സ്വപ്നത്തെ കാണിക്കുന്നു, അസാധ്യമായ സിറ്റുവേഷനെ കാണിക്കുന്നു, എല്ലാ പരിമിതികളെ കാണിക്കുന്നു. പക്ഷെ ദൈവസന്നിധിയോട് ചേർന്നിരുന്നാൽ ആ പരിമിതികളെ പൊട്ടിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് പകൽ ചിലതിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ചിലതിനെ ഫ്ലറിഷ് ആക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ചിലതിനെ തഴപ്പിച്ച് വളർത്തിക്കാൻ ആഗ്രഹിക്കുന്നു.